LP സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രവൃത്തി ദിനത്തിൽ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് UDF. നാദാപുരം മണ്ഡലം UDF പരിപാടിയിലാണ് കുട്ടികളും അധ്യാപകരും പങ്കെടുത്തത്. നട്ടുച്ച സമയത്താണ് LP സ്കൂൾ വിദ്യാർത്ഥികളെ റോഡിൽ വെയിലത്ത് നിർത്തിയത്. വിവരങ്ങളുമായി ഗോകുലുണ്ട്. ഗോകുൽ, അവിടെ എന്താണ് സംഭവിച്ചത്? തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഷാഫി പറമ്പിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും മണ്ഡലാടിസ്ഥാനത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി ജനങ്ങളെ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു പരിപാടി UDFന്റെ നേതൃത്വത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് നാദാപുരം മണ്ഡലത്തിൽ നടത്തിയ പരിപാടിയിലാണ് അവിടെ ചീക്കോട് ഈസ്റ്റ് MLP സ്കൂളിലെ അധ്യാപകരെയും കൊച്ചുകുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിന്റെ ഈ വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നടത്തിയത്. അതായത് ഷാഫി പറമ്പിൽ വരുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഷാഫി പറമ്പിനെ സ്വീകരിക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. നട്ടുച്ച വെയിലത്താണ് ഇത്തരത്തിലൊരു പരിപാടി അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് SFI ഏരിയ സെക്രട്ടറി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും DDEക്കും മറ്റും പരാതി നൽകിയിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട്, സമാനമായ സംഭവങ്ങൾ തന്നെയായിരുന്നു നവകേരള യാത്ര മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. വിഷയം വലിയ വിവാദമായിരുന്നു. കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങനെ പൊതു സമയത്ത് പ്രവൃത്തി ദിവസങ്ങളിൽ ഇങ്ങനെ പൊതുവെയിലത്തൊന്നും നിർത്തിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന വിമർശനങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ UDF നടത്തിയ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ എയ്ഡഡ് സ്കൂളിലെ കൊച്ചുകുട്ടികളെ പൊതുവെയിലത്ത് നിർത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ സ്വീകരണം നൽകുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനകളും മറ്റ് അധ്യാപക സംഘടനകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.